ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. പ്രശാന്ത് സാറേ, ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ എക്സാമിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പുതുമ എന്ന് പറയുന്നത് ഒരുപാട് വീട്ടമ്മമാർ ഒരു വലിയ കരിയർ ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അവരുടെ പഠനം തുടങ്ങാനായിട്ട്. സഹകരണ മേഖലയിലുള്ള അവസരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവാണത്. അപ്പം അങ്ങനെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റും? മിസ് പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഫാമിലി ആയി കഴിഞ്ഞാൽ അച്ഛനമ്മ അല്ലെങ്കിൽ രണ്ടാൾക്കും ഭർത്താവ് ഭാര്യക്കും രണ്ടാൾക്കും ജോലി നിർബന്ധമാണ്. അപ്പോൾ എസ്പെഷ്യലി സ്ത്രീകൾക്ക് വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു വലിയൊരു ഗ്യാപ്പാണ് അതിൽ വരുന്നത്. അതെ, ചിലപ്പോൾ നമ്മളെ പോർഷൻസ് ചിലപ്പോൾ നമ്മൾ ബാങ്ക് സംബന്ധിച്ചിടത്തോളം ഒരു എക്സാം സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഏരിയാസ് കവർ ചെയ്യാനുണ്ട്. നമ്മളെ CSEBക്ക് ഇതേപോലെ തന്നെ ഏരിയാസ് ഒരുപാടുണ്ട്. ഇപ്പോൾ പുതിയ സിലബസ് വന്നപ്പോഴും ഏരിയാസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏരിയാസ് ഇനി അവർക്ക് ചിലപ്പോൾ പഠിച്ചത് മറന്നുവരുണ്ടാവാം, അല്ലെങ്കിൽ ടച്ച് വിട്ടുവരുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന രീതിയിൽ, അതായത് ആദ്യം മുതൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യം അവിടെ പറയാൻ പറ്റുള്ളൂ. കാരണം ബേസ് മുതൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ബേസ് മുതൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ചിലപ്പം ചില കാര്യങ്ങൾ അവർക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലേക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അവർക്ക് ബേസ് മുതലുള്ള ക്ലാസ്സുകൾ ആദ്യം മുതലേ കൊണ്ടുവന്ന് ബേസ്, അതേപോലെ തന്നെ ഒന്ന് മോഡറേറ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് കൊടുത്ത് പിന്നെ അഡ്വാൻസ് ലെവൽ, ഇങ്ങനെ ഒരു സ്റ്റേജ് ആക്കി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക്, അതായത് CCയിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കോഴ്സാണ് നമ്മൾ ബിഗിനേഴ്സ് ബാച്ച്. കാരണം നമുക്ക് ബിഗിനേഴ്സ് ബാച്ചിൽ ഏറ്റവും കൂടുതൽ ആദ്യം മുതൽ, അതായത് ബേസ് മുതലുള്ള ക്ലാസ്സുകൾ, അവിടെയുള്ള ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞാൽ നമുക്കറിയാം സിലബസ് ഓറിയന്റഡ് ആയിട്ട് ലൈവുകൾ വന്നുകൊണ്ട് നിന്ന് അവസാനം നമ്മളുടെ ഒരു PG ലെവൽ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവലുള്ള ഏരിയകളും കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞൊരു കാര്യമാണ്, പഠിച്ചു തുടങ്ങാന്ന് വിചാരിച്ചപ്പോൾ സിലബസും മാറി. അപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ പകച്ചു നിൽക്കുകയല്ല വേണ്ടത്. നിങ്ങൾ തിരിച്ചു വരാനായിട്ടൊരു തീരുമാനം എടുത്തു എങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരിക, പഠനം പുനരാരംഭിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് സിസ്റ്റത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുക, ഏത് ഭാഗം പഠിച്ചാൽ മാർക്കിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുക. പ്രധാനമായിട്ടും ഇവർ ലാഗ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, GK ആണ്. കാരണം അവിടെ നമ്മുടെ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും കിട്ടും. എന്നാൽ ഈ ഒരു വിഷയങ്ങൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാത്സ് പോലുള്ള വിഷയങ്ങൾ ഒന്നേന്ന് പഠിക്കേണ്ട ഒരു ആവശ്യകതയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് അത് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങാനുള്ള ഒരു തീരുമാനമെടുക്കുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, ബാക്കിയെല്ലാം വഴിയേ സെറ്റ് ആയിക്കോളും. അല്ലേ സാറേ? അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയക്ക്, അതായത് നിങ്ങൾ പറയുന്ന ഈ വീട്ടമ്മമാരായുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ബാച്ച് നമ്മൾ ബിഗിനേഴ്സ് ബാച്ച് തന്നെയാണ്. മിസ് ഇപ്പം ഇംഗ്ലീഷ് മാത്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. സബ്ജക്റ്റിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോഴും നമുക്കുള്ള സബ്ജക്റ്റുകൾ, അതായത് കോർപ്പറേഷൻ ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇതിലൊക്കെ കൃത്യമായിട്ട് മാർക്ക് തന്നിട്ടുണ്ട്. എത്ര മാർക്കാണ് ഓരോന്ന് വേണ്ടത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏരിയാസും തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് കറക്റ്റായിട്ട് ഓരോ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക, അതേപോലെ ബേസ് ലെവലിൽ പഠിക്കുക, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, എക്സാമുകൾ എഴുതുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് എന്താവും, നല്ല രീതിയിലുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടും കൂടി കിട്ടിയാൽ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ മുന്നിൽ വന്നു അടുത്ത വരുന്ന എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതെ, ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോഴുള്ള പ്രശ്നം നമ്മൾ മറ്റൊന്നും അറിയുന്നില്ല, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല, മാറ്റങ്ങൾ അറിയുന്നില്ല. ഇതാവുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൽ ലൈവിലിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈവിലിരിക്കുകയാണ്. മറ്റുള്ള കുട്ടികൾ ഒരു ഉത്തരം പറയുന്നത് കേൾക്കുമ്പോൾ നോർമലി നമുക്ക് തോന്നും, അയ്യോ ഇതെനിക്കറിയില്ല, എനിക്ക് പഠിക്കണം. ഇങ്ങനെ ഒരു മോട്ടിവേഷനും കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. ഒപ്പം പഠന കാര്യങ്ങളിൽ മാത്രമല്ല, നിങ്ങളോടൊപ്പം ഒരു സപ്പോർട്ട് സിസ്റ്റം ഞങ്ങൾ എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെൻഷൻ അടിക്കേണ്ട, ഒട്ടും വൈകിട്ടില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. കേട്ടിട്ടില്ലേ? നമ്മൾ വൈകിപ്പോയി ഇനി എന്ത് ചെയ്യും എന്നല്ല ചിന്തിക്കേണ്ടത്. തിരിച്ചു വരൂ, നമുക്ക് തുടങ്ങാം, ഒരു ടെൻഷനും വേണ്ട. സോ വീട്ടമ്മമാർക്ക് മാത്രമല്ല, പഠനം പകുതി വഴിയിൽ വെച്ച് നിർത്തിയവരാണ് എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാനുള്ളൊരു അവസരമാണ്. കോമ്പറ്റേറ്റീവ് ട്രാക്കറിൻ്റെ CSEB കോഴ്സുകൾക്ക് ഓണം ഓഫറും അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലേ സാറേ? അപ്പോൾ ഏവർക്കും ഓണാശംസകൾ. താങ്ക് യു. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.